എവരിവൺ. അപ്പോൾ ഞാൻ ഇന്ന് നെസ്റ്റോയിൽ പോയപ്പോൾ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തതെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പുതിയ സാധനം കണ്ടു, നീഡബിൾ ഇറേസർ. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തുറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു കോട്ടിംഗ് ഉണ്ട്. തുറക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പം ഞാൻ തുറന്നിട്ടുണ്ട് ആ കവറ്. ഇത് തുറക്കാം. ഇത് ഏതാണ്ടൊരു ക്ലേ പോലെ തന്നെയാണ്, പക്ഷെ ഇത് ഹാർഡാണ് കേട്ടോ. ഇതിൻ്റെ മേലെ ഒരു കവറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കവർ തുറന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ തുറന്നു കേട്ടോ. ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ പിടിക്കാൻ. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഈ ചെറിയ ചെറിയ പാർട്സൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ നല്ലതായിരിക്കും. ഞാനിതിനൊരു 8 out of 10 കൊടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ട് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഡോംസിൻ്റെ കളർ പെൻസിൽസ് മേടിച്ചു. പിന്നെ ഡോംസിൻ്റെ ഒരു മെക്കാനിക്കൽ പെൻസിൽ, എൻ്റെ കയ്യിൽ ഒരു മെക്കാനിക്കൽ പെൻസിലുണ്ട്. ഇതാ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാ ഈ പെൻസിലുണ്ട്, പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വരയ്ക്കുമ്പോൾ ഈ നിബ് അകത്തേക്ക് പോകും. അതായത് പിന്നെ നിബും കഴിഞ്ഞു, പിന്നെ ഒരെണ്ണം കൂടി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു സ്കെച്ച് ബുക്കും ഡയറി ആയിട്ടാണ്. ഇത് കുറച്ച് മുമ്പ് മേടിച്ചതാണ്. മേടിച്ചതല്ല, ഒരു കൊറിയറായിട്ട് വന്നത്. ഇതിൻ്റെ ഒരു സൂത്രം ഉണ്ട് കേട്ടോ. ഇതൊരു വൈറ്റ് ബോർഡും കൂടിയാണ്. ഇങ്ങനെ തുറക്കാൻ പറ്റുക. അപ്പോൾ ഇതേ നമുക്ക് വരച്ചാൽ മായ്ക്കാൻ പറ്റും. പിന്നെ ഞാനിതിൽ വരച്ച ഡ്രോയിങ്സ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ അടുത്ത പേജ് ഞാൻ കാണിച്ചു തരാമേ. അടുത്തത് ഒരു പേനോണ്ട് വരച്ച പൂച്ചയും അത് കുറേ. പിന്നെ ഞാനൊരു പട്ടിക്കുട്ടിനെ വരച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ ഡോൾഫിനെ വരച്ചു. 2026 ഏറ്റവും ആദ്യം വരച്ചതാണ്. പിന്നെ ബോറടിച്ചപ്പോൾ ഇത് വരച്ചാലേ. പിന്നെ ഇങ്ങനെ ബോറടിച്ചപ്പോൾ മാങ്ങ വരയ്ക്കുന്നു, വെറുതെ ഒരു ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ക്യൂട്ടായിട്ട് പൂച്ചക്കുട്ടി വരച്ചു. മറ്റേ പേനോണ്ട് വരച്ച് കൊള്ളാം. പിന്നെ ഒരു പെയിൻറ്റ്. പിന്നെ അവസാനമായിട്ട് ഒരു പാൻഡ ഒബ്സസ്ഡ് ഗേൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ